നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of two real numbers is a positive integer n and the sum of their squares is n plus 1012. Find the maximum possible value of n ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് എക്സ് പ്ലസ് വൈ ഉണ്ടെങ്കിൽ അത് n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എസ് എൻ പ്ലസ് 1012 തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ എക്സ് പ്ലസ് വൈയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഉൾപ്പെടുന്ന ഒരു ഇനീക്വാളിറ്റി യൂസ് ചെയ്യാം. അത് 2 × എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയ സാധനം തന്നെയാണ്. ബേസിക്കലി ഇത് പറയുന്നത് എല്ലാത്തിനെയും പുറത്ത് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × n പ്ലസ് 1012 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ എന്ന് കിട്ടും. സോ യു ഹാവ് n സ്ക്വയർ മൈനസ് 2n മൈനസ് 1012, അപ്പോൾ 2024 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി 2025 നിങ്ങൾക്കറിയാം 45 സ്ക്വയർ ആണ്. സോ 2024 എന്ന് പറഞ്ഞ സാധനം 45 സ്ക്വയർ മൈനസ് 1 ആണ്. സോ 45 പ്ലസ് 1 ഇൻറ്റു 45 പ്ലസ് 1 ഇൻറ്റു 45 മൈനസ് 1, അതായത് 44 ഇൻറ്റു 46 ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ ദിസ് ഇസ് n മൈനസ് 46 ഇൻറ്റു n മൈനസ് 44 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്നിന് എടുക്കാവുന്ന വാല്യൂസ് ഇങ്ങനെയെന്ന് കിട്ടും. ഏതിനും ഇതിനും ഇടയിലാണ് ഇവിടെ n പ്ലസ് ആയിരിക്കുമല്ലോ, മൈനസ് 44നും 46നും ഇടയിലാണ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി n ഇസ് ഈക്വൽ ടു 46 വരുന്നുണ്ടോ നോക്കാം. n ഇസ് ഈക്വൽ ടു 46 വരുന്നത് ഏത് കേസായിരിക്കും എന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സും സെയിം ആകുമ്പോൾ. സോ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 23 കൊടുക്കുക. അപ്പോൾ അത് വർക്ക് ആവുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 46, അത് കറക്റ്റ് ആണ്. അതുപോലെ 23 സ്ക്വയർ പ്ലസ് 23 സ്ക്വയർ, ഇപ്പോൾ 23 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ, തെറ്റാണ്ടിരിക്കാൻ. 23 × 23 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 529 ആണ്. അപ്പോൾ 1058 ആണ് ഈ സാധനം, 1058. അപ്പോൾ അത് 1012ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തതാ, 46 ആഡ് ചെയ്താ, കറക്റ്റാ, മാച്ചിങ് ആണ്. സോ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് എത്രയാണ്, 46. അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. 46 ഇസ് ദ റൈറ്റ് ആൻസർ.